കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ടൈപ്സ് ഓഫ് കണക്ടിവിറ്റീസ് ആണ് പറഞ്ഞിരുന്നത് അല്ലേ. ഡയലപ്പ് കണക്ടിവിറ്റി ഉണ്ട്, വയേർഡ് ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി ഉണ്ട്, വയർലെസ് ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി ഉണ്ട്. അപ്പോൾ ഡയലപ്പ് കണക്ഷൻ എന്താണെന്നും വയേർഡ് കണക്ഷൻ എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തു. ഈ വീഡിയോയിൽ അതിൻ്റെ ബാക്കി വയർലെസ് ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി. അപ്പോൾ എന്തായിരിക്കും വയർലെസ് ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി എന്ന് പറയുന്നത്? ഒരു കേബിൾസ് ഒന്നും ഇല്ലാതെ സിഗ്നൽസിൻ്റെ അല്ലെങ്കിൽ വേവ്സിൻ്റെ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യുന്നു അല്ലേ. അതാണ് വയർലെസ് ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി എന്ന് പറയുന്നത്. സെയിം സ്പീഡ് തന്നെയാണ് വയേർഡ് പോലെ തന്നെ സെയിം സ്പീഡ് തന്നെയാണ് വയർലെസ് ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി. പിന്നെ നമുക്കിവിടെ കുറച്ച് ആക്സസ് എങ്ങനെയാണ് പോപ്പുലർ വയർലെസ് ബ്രോഡ്ബാൻഡ് ആക്സസ് ഏതൊക്കെ രീതിയിലാണ് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ തന്നിട്ടുണ്ട്. മൊബൈൽ ബ്രോഡ്ബാൻഡ് ഉണ്ട്, വൈമാക്സ് ഉണ്ട്, സാറ്റലൈറ്റ് ബ്രോഡ്ബാൻഡ് ഉണ്ട്. ഇതൊക്കെ വയർലെസ് ബ്രോഡ്ബാൻഡ് കണക്ഷൻസ് ആണ്. അപ്പം മൊബൈൽ ബ്രോഡ്ബാൻഡ് എന്ന് പറയുന്നത് എന്താ? ഇപ്പം നമുക്ക് എല്ലാ മൊബൈലുകളിലും ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അല്ലേ. അപ്പോൾ മൊബൈൽ ഫോണിലേക്ക് ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യാനുള്ള മെത്തേഡ്, അതിനെയാണ് നമ്മൾ മൊബൈൽ ബ്രോഡ്ബാൻഡ് എന്ന് പറയുന്നത്. പണ്ട് 2G അല്ലേ, സെക്കൻഡ് ജനറേഷൻ മൊബൈൽ ഫോൺസ് ആയിരുന്നു. അതുപോലെ തന്നെ 2G മോഡിലാണ് നമുക്ക് ഡാറ്റ പ്രൊവൈഡ് ചെയ്തിരുന്നത്. പിന്നെ അത് 3G ആയി, 4G ആയി, 5G ആയി ഇന്ന്. അപ്പം ഈ ഒരു രീതിക്ക് നമുക്ക് മാറ്റങ്ങൾ വന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് അല്ലെങ്കിൽ സ്പീഡ് ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ മൊബൈലിൽ ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു മെത്തേഡിനെയാണ് നമ്മൾ മൊബൈൽ ബ്രോഡ്ബാൻഡ് എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റാണ് വൈമാക്സ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. കുറച്ചധികം ഏരിയ കവർ ചെയ്തുകൊണ്ട് നമുക്ക് ഇൻ്റർനെറ്റ് ഒരു 50 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വൈമാക്സ് യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്നതാണ് സാറ്റലൈറ്റ് ബ്രോഡ്ബാൻഡ്. സാറ്റലൈറ്റ്സ് യൂസ് ചെയ്തുകൊണ്ട് ഇൻ്റർനെറ്റ് കണക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതാണ് സാറ്റലൈറ്റ് ബ്രോഡ്ബാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് വയർലെസ് ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി. അപ്പോൾ ഇത്രയും കഴിഞ്ഞാൽ ടൈപ്സ് ഓഫ് കണക്ഷൻസ് കംപ്ലീറ്റ് ആയി, ആ ടോപ്പിക്ക് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ടോപ്പിക്ക് വരുന്നത് ഇൻ്റർനെറ്റ് ആക്സസ് ഷെയറിംഗ് മെത്തേഡ്സ് ആണ്. എങ്ങനെയൊക്കെ നമുക്കൊരു ഇൻ്റർനെറ്റിനെ മറ്റുള്ള അല്ലെങ്കിൽ മറ്റ് കമ്പ്യൂട്ടറിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുന്നത്. ഒരു കമ്പ്യൂട്ടറിലില്ല അല്ലെങ്കിൽ ഒരു ഡിവൈസിലുള്ള ഇൻ്റർനെറ്റിനെ നമുക്ക് മറ്റുള്ള ഡിവൈസിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്? ഒന്നാമത്തെ മെത്തേഡാണ് യൂസിങ് ലാൻ, രണ്ടാമത്തെ മെത്തേഡാണ് യൂസിങ് വൈഫൈ നെറ്റ്വർക്ക്, മൂന്നാമത്തെയാണ് യൂസിങ് ലൈഫൈ നെറ്റ്വർക്ക്. അപ്പോൾ എന്താണ് യൂസിങ് ലാൻ എന്ന് പറയുന്നത്? ലാൻ എന്ന് വെച്ചാൽ എന്താ? ഇൻ്റർ കണക്ട് ചെയ്തിട്ടുള്ള കുറച്ചധികം കമ്പ്യൂട്ടേഴ്സ് ഉണ്ടായിരിക്കും അല്ലേ, കുറച്ച് ഏരിയയിൽ മാത്രം ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഒരു റൂട്ടറിലേക്ക് ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു റൂട്ടറിലേക്ക് ആ ഒരു നെറ്റ്വർക്കിലുള്ള എല്ലാ കമ്പ്യൂട്ടേഴ്സിനെയും ഡയറക്റ്റ്ലി നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ ആ ലാൻ നെറ്റ്വർക്കിലുള്ള എല്ലാ കമ്പ്യൂട്ടേഴ്സിലേക്കും ഇൻ്റർനെറ്റ് ആക്സസ് കിട്ടുന്നു, അതാണ് യൂസിങ് ലാൻ. നെക്സ്റ്റാണ് യൂസിങ് വൈഫൈ നെറ്റ്വർക്ക്. നമുക്കറിയാം, ഇപ്പോൾ ഒരു ഡിവൈസിൽ അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോണിലുള്ള ഇൻ്റർനെറ്റിനെ നമുക്ക് മറ്റ് മൊബൈൽ ഫോണുകളിലേക്ക് ആക്സസ് കൊടുക്കാൻ പറ്റും, ഇൻ്റർനെറ്റ് ആക്സസ് കൊടുക്കാൻ പറ്റും അല്ലേ. ഇപ്പോൾ ഒരു മൊബൈൽ ഫോണിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നമ്മളൊരു ഫോണിൽ ഹോട്ട്സ്പോട്ട് ഉണ്ടാവും, അത് ഓൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈഫൈ യൂസ് ചെയ്ത് മറ്റൊരു മൊബൈലിലേക്ക് നമ്മുടെ കയ്യിലുള്ള ഇൻ്റർനെറ്റിനെ നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും അല്ലേ. അപ്പോൾ ഈ ഒരു മെത്തേഡ് നമുക്കറിയുന്ന കാര്യമാണ്. അപ്പോൾ അതാണ് യൂസിങ് വൈഫൈ നെറ്റ്വർക്ക്. പിന്നെ പറയുന്നതാണ് യൂസിങ് ലൈഫൈ നെറ്റ്വർക്ക്. ലൈഫൈ പുതിയ വേർഡാണ്. വൈഫൈ പോലെ തന്നെ ഇൻ്റർനെറ്റ് ഷെയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. വൈഫൈയുടെ ഫുൾ ഫോം എന്തായിരുന്നു? വയർലെസ് ഫിഡലിറ്റി. അതേപോലെ ലൈഫൈയുടെ ഫുൾ ഫോം പഠിച്ചു വയ്ക്കുക, ലൈറ്റ് ഫിഡലിറ്റി. അതായത് ഒന്നുമല്ല, വൈഫൈ പോലെ തന്നെ വൈഫൈയുടെ ഒരു ഫാസ്റ്റ് ഓപ്റ്റിക്കൽ വേർഷനാണ് ലൈഫൈ എന്ന് പറയുന്നത്. വൈഫൈയിൽ ഡാറ്റ അല്ലെങ്കിൽ വൈഫൈയിലൂടെ നമ്മുടെ ഇൻ്റർനെറ്റിൻ്റെ ആ ഒരു സ്പീഡിനേക്കാളും കുറച്ചധികം ഫാസ്റ്റായിട്ടാണ് ലൈഫൈ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇൻ്റർനെറ്റ് ഷെയറിങ് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഷെയറിങ് മെത്തേഡ് നമുക്ക് പറ്റുന്നത്. പിന്നെ ലൈറ്റിൻ്റെ രൂപത്തിലായിരിക്കും നമ്മുടെ ഡാറ്റ ട്രാൻസ്മിഷൻ നടക്കുന്നത് ലൈഫൈയിൽ. അതുകൊണ്ട് തന്നെ ഫാസ്റ്റായിട്ടാണ് നമ്മുടെ ഡാറ്റ ട്രാൻസ്മിഷൻ നടക്കുക. പിന്നെ ബ്രൈറ്റ് ആയിട്ടുള്ള LED ലാമ്പൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഡാറ്റ ട്രാൻസ്മിഷൻ അവിടെ നടക്കുന്നത്. വൈഫൈനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ലൈഫൈക്ക് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. ഈ എയർക്രാഫ്റ്റ്സ്, ഹോസ്പിറ്റൽസ്,
എന്താ പറയുക, ഇപ്പോൾ റേഡിയോ വേവ്സൊക്കെ യൂസ് ചെയ്യുന്നതിനൊക്കെ പരിമിതികളുണ്ടാവും. അപ്പോൾ അത്തരം സിറ്റുവേഷനിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ലൈഫൈ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വൈഫൈ യൂസ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അണ്ടർ വാട്ടർ, വെള്ളത്തിനടിയിൽ നമുക്ക് വൈഫൈ യൂസ് ചെയ്യാൻ പറ്റില്ല. അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ലൈഫൈ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ അത്രയും അഡ്വാൻറ്റേജസ് നമ്മുടെ ലൈഫൈക്ക് ഉണ്ട്. അപ്പോൾ ഇത്രയാണ് ഇൻ്റർനെറ്റ് ആക്സസ് ഷെയറിങ് മെത്തേഡ്സിൽ പറയുന്നത്. ഇനി നമ്മുടെ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, എസ്സേ ക്വസ്റ്റ്യനൊക്കെ വരുന്ന ഭാഗമാണ് സർവീസസ് ഓൺ ഇൻ്റർനെറ്റ്. ഒരു ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഒരു ഇൻ്റർനെറ്റിൽ നമുക്ക് എന്തൊക്കെ സർവീസുകൾ കിട്ടുന്നുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഇൻ്റർനെറ്റ് വെറൈറ്റി ഓഫ് സർവീസസ് തരുന്നുണ്ട്. നമുക്ക് ഒരുപാട് സർവീസസ് തരുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് ഈ WWW, വേൾഡ് വൈഡ് വെബ്. നമ്മൾ എന്തൊരു കാര്യം സെർച്ച് ചെയ്യുമ്പോഴും WWW എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് ഡാറ്റ ഇങ്ങനെ എഴുതിയിട്ട് കാണാറില്ലേ, URL എന്ന് പറയും. അപ്പോൾ ഈ WWW എന്താണെന്ന് നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ഇമെയിലിലൊന്നും വരുന്ന ഡാറ്റ നമ്മളുടെ കമ്പ്യൂട്ടറിലേക്ക് ഡയറക്റ്റായിട്ട് സ്റ്റോർ ആവുമോ അല്ലെങ്കിൽ നമ്മളുടെ ഇൻറ്റേർണൽ സ്റ്റോറേജിന് അത് ബാധിക്കുക, അങ്ങനെയൊന്നുമില്ല. അതൊരു ക്ലൗഡ് സിസ്റ്റമാണ് അല്ലേ. അപ്പോൾ ഇമെയിൽ എന്ന് പറയുന്നതും നമ്മുടെ ഇൻ്റർനെറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നൊരു സർവീസാണ്. പിന്നെ ഉള്ളതാണ് സെർച്ച് എൻജിൻസ്. സെർച്ച് എൻജിൻസ് ഒരു സർവീസാണ്. നമുക്ക് എന്താ പറയുന്നത്, ഇപ്പോൾ എന്തൊരു കാര്യം നമുക്ക് സെർച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാതും അത് ടൈപ്പ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ജസ്റ്റ് ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ 2 വാക്ക് അടിച്ചാൽ മതി, ബാക്കിയെല്ലാം ഇങ്ങനെ പ്രൊഡിക്റ്റ് ചെയ്ത് വരും അല്ലേ. അപ്പോൾ നമുക്കധികം എല്ലാം ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല സെർച്ച് ചെയ്യുമ്പോൾ. അപ്പോൾ സെർച്ച് എൻജിൻ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെയാണ് സോഷ്യൽ മീഡിയ. അവിടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുണ്ട്, ബ്ലോഗിന് വേണ്ടിയിട്ടും യൂട്യൂബ് അതുപോലെയുള്ള കുറേ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുണ്ട്. അപ്പോൾ ഇത്രയും കാര്യമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ കാര്യം WWW. അതിൽ WWWനെ സപ്പോർട്ട് ചെയ്യുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ബ്രൗസറും, 2 വെബ് ബ്രൗസിങ്. അപ്പോൾ WWW എന്താണെന്ന് പഠിക്കുമ്പോൾ നമുക്ക് ബ്രൗസർ എന്താണെന്നും പഠിക്കണം, വെബ് ബ്രൗസിങ് എന്താണെന്നും പഠിക്കണം. പിന്നെയുള്ള സർവീസാണ് ഇമെയിൽ, പിന്നെയുള്ളത് സെർച്ച് എൻജിൻസ്, പിന്നെ സോഷ്യൽ മീഡിയ. ഇത്രയാണ് നമ്മളുടെ ഇൻ്റർനെറ്റ് സർവീസസ്. അപ്പോൾ ആദ്യത്തെ നോക്കാം, വേൾഡ് വൈഡ് വെബ്, WWW. ഈ വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നതിൽ അതൊരു സിസ്റ്റമാണ്. അതിലെന്താ ഉള്ളത്, കുറേ ഡോക്യുമെൻറ്റ്സുകൾ ഇൻ്റർലിങ്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരുപാട് ഡോക്യുമെൻറ്റുകൾ പരസ്പരം കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ഇപ്പോൾ സെർച്ച് ചെയ്തു, dhsc.kerala.gov.in, നമ്മുടെ കേരള സിലബസ്, കേരള ഗവൺമെൻറ്റിൻ്റെ ആ ഒരു സൈറ്റ്, ഞാൻ ഹയർ സെക്കൻഡറി കേരള അതിൻ്റെ സൈറ്റ് ഞാനിങ്ങനെ ലോഡ് ചെയ്യാണ് അല്ലെങ്കിൽ സെർച്ച് ചെയ്യാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വരിക, https://www.dhsckerala.gov.in. ഇതാണ് URL. ഈ URL ടൈപ്പ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് DHSC കേരള എന്ന് അടിച്ചാൽ മതി, നമുക്ക് ഈ ലിങ്ക് വരും. ഈ ലിങ്ക് ഫുള്ള് എന്താ ചെയ്യുന്നത്, ഈ ലിങ്കാണ് നമ്മൾ സെർച്ച് ചെയ്യുന്ന ആ ഒരു വെബ് പേജ് അല്ലെങ്കിൽ ആ ഒരു വെബ്സൈറ്റിനെ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. ഇത് എവിടെ നിന്നാണ് വരുന്നത്, ഒരു സെർവറിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഈ സെർവർ, അതായത് നമ്മൾ എന്തൊരു കാര്യം സെർച്ച് ചെയ്യുന്നതും ഈ വേൾഡ് വൈഡ് വെബിലുണ്ട്. ഈ വേൾഡ് വൈഡ് വെബിൽ ഓരോന്നും ഇൻ്റർലിങ്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ ഒരു പേജിൽ ഒരൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ വേറൊരു പേജ് വരുന്നുണ്ട്, അതിലെവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യുമ്പോൾ വേറൊരു പേജ് ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഒരു വെബ്സൈറ്റിൽ തന്നെ പല പേജുകൾ ഇങ്ങനെ ലിങ്ക് ചെയ്ത് പോയിട്ടുണ്ട് അല്ലേ. അപ്പോൾ എല്ലാ വെബ് പേജുകളും ഡോക്യുമെൻറ്റുകളും ഓരോ യുണീക്ക് നെയിം കൊടുത്തിട്ട് എല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ലൊക്കേഷൻ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നത്. ഇൻ്റർനെറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സർവീസ്. ഇനി ഈ വേൾഡ് വൈഡ് വെബ് നമ്മൾ നേരത്തെ ക്ലയൻറ്റും സെർവറും എന്താണെന്നൊക്കെ പറഞ്ഞില്ലേ, അതേ സംഭവം തന്നെയാണ്. ക്ലയൻ്റാണ് റിക്വസ്റ്റ് അയക്കുന്നത്, സെർവറാണ് നമുക്കത് തിരിച്ചിങ്ങോട്ട് അയക്കണത്. അപ്പോൾ ഈ ഒരു വേൾഡ് വൈഡ് വെബ് നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ബ്രൗസർ എന്താണെന്നും വെബ് ബ്രൗസിങ് എന്താണെന്ന് അറിയണം അല്ലേ. നമുക്ക് ഈ ഒരു കാര്യം വേൾഡ് വൈഡ് വെബിലിരിക്കുന്ന ഈ ഒരു ഡോക്യുമെൻറ്റ്സ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഇരുന്നിട്ടൊന്ന് സെർച്ച് ചെയ്യണ്ടേ. ആ സെർച്ച് ചെയ്യുന്ന ഒരു ഇതിനെയാണ് നമ്മളിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ
ഗൂഗിൾ ക്രോം. നമ്മൾ അതിൻ്റെ സെർച്ച് ബാറിലാണ് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യാറ്. ആ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ ബ്രൗസർ എന്ന് പറയുന്നത്. എവിടെ നിന്നുകൊണ്ടാണോ നമ്മളൊരു വെബ് പേജിനെ നാവിഗേറ്റ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ സെർച്ച് ചെയ്യാൻ പോകുന്നത്, ആ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ വെബ് ബ്രൗസർ എന്ന് പറയുന്നത്. അപ്പോൾ ഗൂഗിൾ ക്രോം എന്താണ്? ഒരു വെബ് ബ്രൗസറാണ്. അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? റിക്വസ്റ്റ് അയക്കാൻ പറ്റുന്നുണ്ട്, സെർച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ? വെബ് പേജുകളെ കിട്ടുന്നുണ്ട്, വേൾഡ് വൈഡ് വെബിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ ബ്രൗസർ എന്ന് പറയുക. ഇവിടെ താഴെ ബ്രൗസേഴ്സ് വന്നിട്ടുണ്ട്. ഗൂഗിൾ ക്രോം ഒരു ബ്രൗസറാണ്, ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ ഒരു ബ്രൗസറാണ്, മോസില്ല ഫയർഫോക്സ് ബ്രൗസറാണ്, ഓപ്പറ ബ്രൗസറാണ്, സഫാരി ബ്രൗസറാണ്. അപ്പോൾ ഇത്രയും ബ്രൗസേഴ്സ് ഉണ്ട്. ഇനി നെക്സ്റ്റ് പറയാനുള്ളതാണ് വെബ് ബ്രൗസിംഗ് എന്ന് പറയുന്നത്. വെബ് ബ്രൗസിംഗ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ബ്രൗസർ എന്താണെന്ന് പറഞ്ഞല്ലേ, ആ ബ്രൗസറിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളുടെ URL എന്ത് ചെയ്യുന്നുണ്ട്? വേൾഡ് വൈഡ് വെബിൽ പോകുന്നുണ്ട്, അല്ലെങ്കിൽ സെർവറിൽ പോകുന്നുണ്ട്. നമുക്ക് ആ വെബ് പേജിനെ കൊണ്ടുവരുന്നുണ്ട്. ആ വെബ് പേജ് നമ്മൾ കണ്ടു, അതിൽ നമ്മളെല്ലാം നോക്കി ഏതെങ്കിലും ഒരു ഭാഗം, ഒരു കണ്ടൻറ്റ്, ഇപ്പോൾ ഒരു ഇമേജോ ഒരു ലിങ്കോ നമ്മൾ ക്ലിക്ക് ചെയ്തു, വേറൊരു പേജിൽ പോയി, അതും നമ്മൾ ക്ലിക്ക് ചെയ്തു, അതിലെവിടെയെങ്കിലും നമ്മൾ ക്ലിക്ക് ചെയ്തു, വേറൊരു പേജ് കണ്ടു, അവിടെയും എന്തെങ്കിലും കണ്ടൻറ്റ് ക്ലിക്ക് ചെയ്തു, വേറൊരു പേജ് കണ്ടു. ഇങ്ങനെ ലിങ്ക് ചെയ്ത് വെച്ചിട്ടുള്ള വെബ് പേജസ് നമ്മളിങ്ങനെ വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനെയാണ് നമ്മൾ വെബ് ബ്രൗസിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായോ? വെബ്സൈറ്റുകളിലുള്ള എല്ലാ പേജുകളും നമ്മളിങ്ങനെ വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അതിനെയാണ് വെബ് ബ്രൗസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ www എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കണം. വേൾഡ് വൈഡ് വെബിനെ അറിയണമെങ്കിൽ നമ്മുടെ ബ്രൗസർ എന്താണെന്നും വെബ് ബ്രൗസിംഗ് എന്താണെന്നും മനസ്സിലാക്കണം. മനസ്സിലാക്കിയാൽ എളുപ്പമാണ്, മനസ്സിലാക്കി വയ്ക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ, കൂടുതലായിട്ട് പഠിക്കാനായിട്ടൊന്നുമില്ല. അപ്പോൾ എന്താണ് വേൾഡ് വൈഡ് വെബ്, ഫുൾ ഫോം എന്താണ്, എന്ത് പർപ്പസിനാണ്, അതുപോലെ തന്നെ ബ്രൗസർ എന്താണ്, വെബ് ബ്രൗസിംഗ് എന്താണ്, ഇത് കൂടുതലായിട്ട് പറയേണ്ട കാര്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ബ്രൗസറും വെബ് ബ്രൗസിങ്ങും ഒക്കെ. അപ്പോൾ ആദ്യത്തെ നമ്മളുടെ സർവീസ് കഴിഞ്ഞു.